ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണുവും ശാലിനിയും ഇപ്പോൾ ശാരദാമ്മയുടെ വീട്ടിൽ നിൽക്കുകയാണ്. രണ്ടുപേരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. അവർ ഒന്നാകാൻ പോകുന്നതിൻ്റെ അതിയായ സന്തോഷത്തിൽ തന്നെയാണ് അവർ. ഇപ്പോൾ ശാലിനിയെ എടുത്ത് പൊക്കിയിട്ട് കറക്കുകയാണ് വിഷ്ണു. വളരെ സന്തോഷത്തോടെ തന്നെ. ആരെങ്കിലും കാണും, മതി നിർത്തനൊക്കെ ശാലിനി. അങ്ങനെ ഇപ്പോൾ വിഷ്ണു ശാലിനിയെ താഴേക്ക് നിർത്തി. ഒന്ന് ചുമ്മാതെ നിൽക്ക്, ഞാനൊരു ജില്ലാ കളക്ടറാണ്, എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ശാലിനി പറഞ്ഞു. അങ്ങനെ സംസാരത്തിനിടയിൽ രണ്ടുപേരും ഒരു റൊമാൻറ്റിക്കൊക്കെ ആവുന്നുണ്ട്. വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ശാലിനി വിഷ്ണുവിനെ തള്ളി മാറ്റി. ഈ സമയം ശാലിനിയുടെ ആ കാർ അവിടെ എത്തി. മനുഷ്യനെ മെനക്കെടുത്താൻ എനിക്കിങ്ങനെ വിഷ്ണു ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോട്ടെ എന്ന് ശാലിനി പറഞ്ഞു. കുറച്ച് ബുക്സ് എന്തോ ആർക്കോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് രാമേട്ടൻ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ഓ ആ കാര്യം ഞാൻ മറന്നുപോയി, രാമേട്ടൻ ഒന്ന് വരാമോ? എൻ്റെ കുട്ടിക്ക് എൻ്റെ ബുക്സ് എല്ലാം ഞാൻ ആ കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു, ആ കാര്യമാണ്. പഠിക്കട്ടെ, ആരുമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞതാണല്ലോ എന്നൊക്കെ ശാലിനി. പഠിക്കട്ടെ എന്നൊക്കെ വിഷ്ണുവും. അങ്ങനെ ഇപ്പോൾ രാമേട്ടനും ശാലിനിയും ആ ബുക്സ് എടുക്കാൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ആ കാറിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് വിഷ്ണു. കാറിൻ്റെ ടയറിലേക്ക് നോക്കുന്നു. ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആ ടയറിൻ്റെ അരികിലേക്ക് പോവുകയാണ് വിഷ്ണു. ഇവിടുന്ന് കാണുമെന്ന് മനസ്സിലാക്കി അപ്പുറത്തെ ഭാഗത്തേക്ക് വിഷ്ണു പോകുന്നു. അങ്ങനെ ഇപ്പോൾ വിഷ്ണു ആ ടയറിൻ്റെ കാറ്റ് അഴിച്ചു വിട്ടു. ഇനി ഇവനിവിടെ നനങ്ങില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് പെട്ടെന്ന് നിന്ന സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ് വിഷ്ണു. രാമേട്ടൻ ബുക്സൊക്കെ എടുത്ത് അവിടേക്ക് വരികയായിരുന്നു. ഇന്ന് മീറ്റിംഗ് ഉണ്ട്, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തണമെന്ന് ശാലിനി പറയുന്നുണ്ട്. രാമേട്ടൻ ആ ബുക്സൊക്കെ എടുത്ത് കാറിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഒരു കള്ളലക്ഷണത്തോടെ വിഷ്ണു നിൽക്കുമ്പോൾ രാമേട്ടൻ കാറിൻ്റെ ആ ടയറിലേക്ക് നോക്കിയപ്പോൾ പഞ്ചറായി കിടക്കുന്നു. മോളെ, ടയർ പഞ്ചറാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് രാമേട്ടൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അയ്യോ കഷ്ടമായല്ലോ, പഞ്ചറല്ലേ, ഏത് നിമിഷവും ആകാമല്ലോ എന്ന് പറയുന്നു. ഞാൻ പെട്ടെന്ന് സ്റ്റെപ്പിനെ മാറ്റിയിടാമെന്ന് രാമേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ മീറ്റിങ്ങിന് സമയത്തെത്താൻ പറ്റില്ലല്ലോ രാമേട്ട എന്നൊക്കെ ശാലിനി പറയുന്നു. അതെ, ഈ കളക്ടർ ബൈക്കിൽ കയറുന്നതിന് തടസ്സമില്ല എങ്കിൽ എൻ്റെ വണ്ടി കളക്ടറേറ്റ് വഴി തിരിച്ചു വിടുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, രാമേട്ടൻ പറയുന്നു. സ്റ്റെപ്നിയൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും വൈകും. വിഷ്ണുവിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹം. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാനൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. ശാലിനി എന്താ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കറങ്ങുകയാണ് വിഷ്ണു. സമയമെടുക്കും, എന്നാൽ പിന്നെ ഞാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും അവിടെ നിന്ന് കറങ്ങുകയാണ് വിഷ്ണു. പോകാൻ നേരത്തെ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ശാലിനി പിടിച്ചു. പോകാമെന്ന് ശാലിനി പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ വിഷ്ണു പറയുന്നുണ്ട് പോകാമെന്ന്. അങ്ങനെ ശാലിനിയുടെ കൈ പിടിച്ച് വിഷ്ണു ബുള്ളറ്റിൻ്റെ അരികിലേക്ക് പോകുന്നു. വിഷ്ണുവിൻ്റെ പുറകിലിരിക്കുകയാണ് ശാലിനി. വളരെ സന്തോഷത്തിൽ തന്നെയാണ് വിഷ്ണുവും. അങ്ങനെ ഇപ്പോൾ വിഷ്ണുവിൻ്റെ പുറകിലിരുന്ന് പോവുകയാണ് ശാലിനി. ശാരദാമ്മ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും സ്കൂട്ടറിൽ പോകുന്നത് കാണുന്നു. കാറിൻ്റെ ടയർ പഞ്ചറായെന്ന് രാമേട്ടൻ പറയുമ്പോൾ സന്തോഷത്തോടെ ശാരദാമ്മ നിൽക്കുന്നു. വിഷ്ണു ആണെങ്കിൽ മനഃപൂർവ്വം ഉള്ള കട്ടറിലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴേക്ക് ശാലിനി വിഷ്ണുവിൻ്റെ അരികിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു. ഒടുവിൽ ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് വണ്ടി ഒന്ന് നിർത്തിക്കുകയെന്ന്. വിഷ്ണു സൈഡ് ഒതുക്കി വണ്ടി നിർത്തി. എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഞാനല്ലല്ലോ താനല്ലേ കാണിച്ചതെന്ന്. ഇത് പിന്നെ കട്ടറിൽ ഇങ്ങനെ വീണാൽ പിന്നെ ബാലൻസ് കിട്ടണ്ടേ എന്നൊക്കെ ശാലിനി. അതിനെ കട്ടറുണ്ടാക്കിയത് ഞാനല്ലല്ലോ, കളക്ടർ ചോദ്യം ചെയ്യേണ്ടത് പൊതുമരാമത്ത് മന്ത്രിയോടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നതുമില്ല. അങ്ങനെ ശാലിനി വേറെ വണ്ടി പിടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വിഷ്ണു എങ്ങനെയെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ശാലിനി വിഷ്ണുവിൻ്റെ പുറകിൽ കയറുന്നു. വേണമെങ്കിൽ മുറുകെ പിടിച്ചോണേ, ഗട്ടറുള്ളതാണ്, പിന്നെ ഞാൻ ചാടിച്ചു എന്ന് പറയരുത് എന്നൊക്കെ സന്തോഷത്തോടെ വിഷ്ണു പറയുകയും ശാലിനി വിഷ്ണുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നല്ലോ മുഖത്ത്, അതെന്നോട് കുത്തുവാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നല്ലോ, എന്താ അതിന് കാരണമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അത് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓടി വരുമെന്ന് കെട്ടിപ്പിടിക്കുമെന്ന് പിന്നെ എനിക്കൊരു ട്രീറ്റ് തരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. എൻ്റെ കൈ പിടിച്ച് അമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്തി, ഇവൾ എൻ്റെ പെണ്ണാണ്, ഇനി ഇവൾ താമസിക്കുന്നത് എൻ്റെ ഒപ്പം ആണ് എന്നൊക്കെ ചങ്കൂറ്റത്തോടെ പറയുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, എന്നിട്ടേ ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ ഒരു നീരസമാണ് വന്നപ്പോൾ മുഖത്തുണ്ടായത് എന്നും ശാലിനി പറയുമ്പോൾ വിഷ്ണുവോടെ വണ്ടി ഒതുക്കി. ഇതെന്താ ബൈക്ക് നിർത്തിയത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ പറയാം, ഇറങ്ങുന്ന വിഷ്ണു.
ആ നീരസം മാറ്റിയിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ കുറ്റബോധം മാറിയേനെന്ന് വിഷ്ണു പറയുന്നുണ്ട്. പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തേനെ കളക്ടർ ഓഫീസിൽ എത്തിക്കേ, ഇനിയിപ്പോൾ അതുകൂടി കേൾക്കാനുള്ളൂ. ബൈക്കിൽ ശാലിനി വിഷ്ണുവിൻ്റെ പ്രേമ നാടകമെന്ന് ശത്രുക്കളെ കൊണ്ട് പറയാൻ ഒരു അവസരം കൊടുക്കരുതെന്നൊക്കെ ശാലിനി പറയുന്നു. വീണ്ടും വിഷ്ണു സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് സ്റ്റാർട്ടാകുന്നില്ല. സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശാലിനി പറയുകയും ഞാൻ വേറെ വണ്ടി വല്ലതും വിളിക്കാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് വിഷ്ണു വീണ്ടും എങ്ങനെയൊക്കെയോ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല കുട്ടിയെ പോലെ വണ്ടി എടുക്കാൻ ശാലിനി പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവിൻ്റെ പുറകിൽ വീണ്ടും ശാലിനി കയറി ഇരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് തന്നെ കളക്ടർ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശാലിനി പറയുന്നുണ്ട്, അതെ ചെറിയ കട്ടറയ്ക്ക് ചാടിച്ചോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ശാലിനി. ഒരു ചെറുപുഞ്ചിരിയല്ല, വലിയൊരു പുഞ്ചിരി കൂടെ തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. ആ ഒരു പഴയ കാലം ഓർക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സ്കൂട്ടറിൽ പോകുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വിഷ്ണു ശാലിനിയെ കളക്ടർ ഓഫീസിൽ എത്തിച്ചു. കളക്ടറേറ്റ് എത്തിയത് അറിഞ്ഞതേയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞു, നന്നായിട്ട് അറിഞ്ഞു. അല്ല, ഈ ഒഴിച്ചിലും പിഴിച്ചിലും നടത്തുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ആയുർവേദ ഹോസ്പിറ്റലാണെന്ന് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് വിഷ്ണു. ഒരാഴ്ച അവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ എൻ്റെ നടുവേദന മാറും, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ശാലിനി പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. എന്നും എപ്പോഴും വിഷ്ണുവേട്ടൻ്റെ കൂടെ ഉണ്ടാവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഇനിയിപ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ, എന്നാൽ സമയം വൈകി ഞാൻ പോട്ടെ എന്ന് ശാലിനി. എന്നാൽ പിന്നെ വൈകിട്ട് എങ്ങനെയാണ് കാർ സ്റ്റെപ്പിന് ഇട്ടുകൊണ്ട് വരുമോ അതോ ഞാൻ തന്നെ വരണമോ എന്ന് വിഷ്ണു. കാർ ശരിയാക്കി രാമേട്ടൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കൊള്ളാമെന്ന് ശാലിനി പറയുന്നുണ്ട്. ഇനി എന്നെ സഹായിക്കരുതെന്നും പറയുന്നു. ഒരു ഉപകാരം ചെയ്തതിനെ കളക്ടർ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടതെന്ന് വിഷ്ണു ചോദിക്കുന്നു. ആ ഉപകാരം എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് ശാലിനി. ഇനിയിപ്പോൾ കാറിന് എന്തെങ്കിലും വന്നാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എന്നാലേ തീർന്നെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാറിൻ്റെ ഒരു ടയറെ പഞ്ചറാക്കിയോളോ അതോ വേറെയും പഞ്ചറാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഒരു കള്ള നോട്ടത്തോടെ ശാലിനിയെ നോക്കുന്നുണ്ട്. ഇതുവരെ രാമേട്ടനെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ശാലിനി. അപ്പോൾ അത് കണ്ടിരുന്നുവല്ലേ എന്ന് വിഷ്ണുവും പറയുന്നു. വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ട 6 വർഷം വിഷ്ണുവേട്ടൻ മാറി നിന്നെങ്കിലും ഒരിടത്തും ഒരു ദിവസം പോലും എൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ഈ മനസ്സ് അതിപ്പോൾ നല്ലത് ചെയ്താലും ഇനിയിപ്പോൾ കള്ളത്തരം കാണിച്ചാലും അത് ഞാൻ അറിയുകയും ചെയ്യും. അതിന് 6th സെൻസൊന്നും വേണ്ട, വിഷ്ണുവേട്ടനെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സ് മാത്രം മതിയെന്നും ശാലിനി പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് ശാലിനി പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ